അതൊരു വല്ലാത്തൊരു വിഷമകരമായ ഷോക്കായിപ്പോയി. ഞങ്ങൾ ഒരുപാട് സ്റ്റേജൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ മിമിക്രി സംഘടന പോലുള്ള പരിപാടികളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതിലൊരു ജ്യേഷ്ഠനെ പോലെ അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണല്ലോ അവരൊക്കെ അല്ലേ തുടക്ക കാലത്തെ ആളുകൾ. അപ്പം അതുകൊണ്ട് ഭയങ്കര അവർ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളോടൊക്കെ വളരെ കെയർ ചെയ്ത് വളരെ സ്നേഹിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ആളാണ്. വിശ്വസിക്കാൻ പറ്റാത്തുള്ളൊരു വിഷമമായിപ്പോയി പെട്ടെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് കിടക്കുമെന്ന് അങ്ങനെ സംഭവമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നവാസിക്ക ഒക്കെ മാതൃകാപരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, വ്യക്തി എന്ന നിലയിൽ, ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എല്ലാം ഒരു ആർട്ടിസ്റ്റിൻ്റേതായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചെന്ന് പറഞ്ഞാൽ അങ്ങ് പറയാം. അങ്ങനെ പാലിച്ച് മുമ്പോട്ട് പോയ ഒരാളാണ്. അവസാനമായി കണ്ട നിമിഷങ്ങളൊക്കെ അവസാനമായിട്ട് നമ്മുടെ മിമിക്രി സംഘടനയുടെ ഒരു പരിപാടിക്കാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ സുരാജ് ഭായി ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ മിമിക്രി താരങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫംഗ്ഷന്. അപ്പോൾ അതിനെ നമ്മൾ കൂടി കാണുന്ന എല്ലാ ഫംഗ്ഷനിലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഒന്നിച്ചിരുന്ന് ആ ഒരു എപ്പിസോഡിൽ ഏഷ്യാനെറ്റിൻ്റെ ഷോ ആയിരുന്നു. ഒന്നിച്ചിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പാട്ട് പാടി ആയിരുന്നു. ഷാജോൻ ചേട്ടൻ, ഞാൻ, നാദർഷിക്ക, അങ്ങനെ ഞങ്ങൾ ഒരു നീണ്ട ഒരു നിര പാട്ട് പാടി. അതാണ് ഇക്കായിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഒരു അനുഭവം എന്ന് പറയാനായിട്ട്. ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇക്കൊക്കെ പക്ക ആയിട്ട് ജീവിക്കുന്ന ആളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സർസൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവരൊക്കെ പക്കയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ഒരു വിഷമമായി പോയി. കാരണം ഇന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ തമാശയ്ക്ക് പോലും ഒരു നെഗറ്റീവ് പറഞ്ഞ് ഞാനും കേട്ടിട്ടില്ല, അല്ലേ? നമ്മളാരും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവരവരുടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്കൊക്കെ മുമ്പേ വന്ന ആർട്ടിസ്റ്റൊക്കെ ആകുമ്പോൾ അതേ രീതിയിലുള്ള നമ്മളിപ്പോൾ കോമഡിയൊക്കെ ചെയ്താലും അവർ അങ്ങനെ അതിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ്. അപ്പം നിയാസ്ക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, അല്ല എന്ന് പറയാം. അപ്പോൾ ഇവരൊക്കെ ഇവർ മുമ്പിൽ തുടങ്ങി വെച്ചതാണല്ലോ കലാഭവൻ്റെയൊക്കെ മിമിക്രിയുടെയൊക്കെ ഒരിത്. അത് നമുക്ക് ഒരിക്കലും മാറ്റാനും മറക്കാനും പറ്റാത്തൊരു വലിയ കാര്യമാണ് അത്. എന്നാൽ ഇത് ഒരു ഭയങ്കര വിയോഗം, ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം അങ്ങനെ പോകാൻ പാകത്തുള്ളൊരു പ്രായമായിട്ടില്ല, അങ്ങനെ ആക്റ്റീവായിട്ടുള്ള നിൽക്കുന്നു. നല്ല അടുത്ത കാലത്ത് പുള്ളിക്ക് നല്ല നല്ല സിനിമകളൊക്കെ കയറി വരികയായിരുന്നു. എന്തായാലും ഒരു വലിയൊരു ആണല്ലേ. അപ്പം അതിലൊരു വിഷമം ഉണ്ട്. ഞങ്ങളിന്ന് രാത്രി അറിഞ്ഞപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ നേരത്തെ തന്നെ ഞങ്ങളെത്തി. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. നമ്മൾ നല്ല ഓർമ്മകളാണ് ഉള്ളത്. ഞങ്ങൾ മിമിക്രി ഫീൽഡിൽ ഞങ്ങൾ ഏകദേശമൊക്കെ എൻ്റെ സീനിയറാണ് അദ്ദേഹം. ഞാൻ ചേർത്തല പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്നത് അദ്ദേഹം കലാഭവനിലാണ്. അതിനുശേഷം ദേമാവലി കൊമ്പത്തെന്ന് പറഞ്ഞൊരു കാസറ്റിലൂടെയൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്, പരിചയപ്പെടുന്ന കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അമേരിക്ക പരിപാടികളൊക്കെ കുറേ രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. മിമിക്രിക്കാരിൽ തന്നെ ഒരു മാന്യൻ എന്ന് പറയാവുന്നതിൽ പെടുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. സ്നേഹത്തോടുകൂടിയല്ല സംസാരിക്കാറില്ല. നമ്മൾ എന്ത് വിളിച്ചാലും ചിരിയോടുകൂടിയാണ് ആ യൂസഫെ എന്നൊരു ചിരിച്ചിട്ടനോട് വോയിസിലാണെങ്കിലും പറയാറുള്ളത്. സമീപകാലത്ത് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചോറ്റാനിക്കരയിൽ അദ്ദേഹം സിനിമ കണ്ടിരിക്കുന്നത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് ഇരിക്കണം. ഞാനിപ്പോൾ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും, ചോറ്റാനിക്കര ഉണ്ടാവും. അത് കഴിയുമ്പോൾ എറണാകുളത്ത് വന്നാൽ നമുക്ക് 2 പേരും കൂടി ഞാൻ വിളിക്കാം. എറണാകുളത്ത് വരെ നീ എൻ്റെ ഇവിടെ ഒന്ന് ഇരിക്കണം, എനിക്കൊന്ന് അതിൻ്റെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്, അപ്പോൾ നിങ്ങളുടെ വരണമെന്നൊക്കെ പറഞ്ഞു. എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നമ്മൾ വിളിച്ച് പറയാറുണ്ട്. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ മുമ്പ് തന്നെ പറഞ്ഞിട്ട് ലാൽ ജോസ് സാറിൻ്റെ ഞാൻ പറഞ്ഞാണ്. നമ്മുടെ കലാപം നമ്മുടെ പിന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പം സാറ് പറഞ്ഞാണ് നമുക്ക് നോക്കണം, നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു എന്താണ് ഞാൻ ലാൽ ജോസ് സാറിനോട് പറഞ്ഞിട്ട് എന്താ പിന്നെ നീ പോയി കാണാൻ ഞാൻ ചോദിച്ചപ്പോൾ എടാ അത് ഇപ്പോൾ ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷനുള്ള സിനിമകൾ മുഴുവൻ വന്നേക്കണം. അപ്പോൾ ഞാൻ എഴുതിയതും ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ചെറിയ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്കൊന്ന് മാറ്റം വരുത്താമെന്നുള്ള രീതിയിലാണെന്നും
അങ്ങനെയാണ് എന്നെ പറഞ്ഞത്. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എല്ലാത്തിനും ശേഷം പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോഴുണ്ടോ? വാർത്ത ഇട്ടപ്പോൾ സത്യത്തിൽ സാധാരണ ഒരു മരണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചോ പിന്നെ നമ്മളതിനെ ഉൾക്കൊള്ളും, ശരി മരിച്ചു എന്ന്. പക്ഷെ ഇത് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ മരണം എന്നാണ്. അതാണ്